ഇന്നി അഖാഫുല്ലാഹ മൻ ഖാല ഇൻദമാ ദഅത് ദാതു ആലിം മൻസിബിൻ വജമാലി. ഒരു പെണ്ണ് സ്വകാര്യമായൊരു ചെറുപ്പക്കാരനെ വ്യഭിചാരത്തിലേക്ക് വിളിച്ചപ്പോ ഏതെങ്കിലും ഒരു വേശ്യയോ ഏതെങ്കിലും ഒരു പെണ്ണോ അല്ല, ദാതു മൻസിബിൻ വജമാൽ, നല്ല സൗന്ദര്യവും തറവാടുമുള്ള ഒരു പെൺകുട്ടി തന്നെ ഹറാമിലേക്ക് ക്ഷണിച്ചപ്പോ, നീ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞപ്പോ, നമുക്ക് പുറത്തുപോയി ലോഡ്ജ് അടിച്ച് താമസിക്കാമെന്ന് പറഞ്ഞപ്പോ, ക്യാമ്പസിന്റെ മറപിടിച്ച് ടൗണിൽ കറങ്ങാമെന്ന് പറഞ്ഞപ്പോ ചെറുപ്പക്കാരൻ പറഞ്ഞു അവളോട്, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു പെണ്ണെ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ വിളിച്ചപ്പോ പെണ്ണ് പറഞ്ഞു ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നടോ എന്ന് പറഞ്ഞ ഒരു പെണ്ണ്, ഇവ രണ്ടുപേർക്കും നാളെ അർശിന്റെ തണൽ അല്ലാഹു കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. എന്തേ കാരണം എന്നറിയോ? ഈ രണ്ട് ഡയലോഗും നടക്കുന്നത് സ്വകാര്യതയിലാണ്, ആരും അറിയാതെയാണ്, ഒറ്റക്കാണ്, ആരും അറിയില്ല എന്നവർക്ക് ഉറപ്പാണ്. പക്ഷെ അല്ലാഹു അറിയുന്നുണ്ടല്ലോ. ലാ തറാനാ ഇല്ലൽ കവാകിബ്. ഇബ്നുൽ ജൗസി ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു പെണ്ണിന്റെ പിന്നാലെ ഒരുത്തൻ കൂടിയപ്പോ പെണ്ണ് ചോദിച്ചു, മാദാ തബ്തഗി മിന്നി, നിനക്ക് എന്ത് വേണടോ എന്നിൽ നിന്ന്? അവൻ പറഞ്ഞു, നഫ്സകി, നിന്റെ ശരീരം തന്നെ. പറഞ്ഞു, നിനക്ക് ആരും പേടില്ലേ? പറഞ്ഞു, ലാ തറാനാ ഇല്ലൽ കവാകിബ്, ഈ നക്ഷത്രങ്ങളല്ലാതെ ആരാ നമ്മൾ രണ്ടുപേരെ കാണുന്നത് മരുഭൂമിയിൽ? അപ്പൊ പെണ്ണ് ചോദിച്ചു, ഫഅൈന മുകൗകിബുഹാ, ഈ നക്ഷത്രങ്ങളെ പടച്ച തമ്പുരാൻ എവിടെ? അവൻ കാണൂലേ? ഫതാബ, അവിടുന്ന് തൗബ ചെയ്തു മടങ്ങിയതാണ്. അതിനുള്ള ഒരു തന്റെ ഇടം ശരീരത്തിൽ ഹോർമോണുകൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോ സർവശക്തനായ അള്ളാഹുവിനെ പറ്റി ഓർമ്മ വരുന്നവർ, അവർക്ക് അർശിന്റെ തണലുണ്ട്. പിന്നെ പറഞ്ഞെന്ത്? വമുതസദ്ദിഖുൻ അഖ്ഫത് തസദ്ദുഖ ലം യകുൻ ബിമാ അൻഫഖത് യുംനാഹു ഇൽമു ശിമാലി. വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിഞ്ഞിട്ടില്ല, അങ്ങനെ സംഭാവന ചെയ്ത ആളുകൾ. അപ്പോഴാണ് ചിലരൊക്കെ അങ്ങനെ ചെയ്യുക. ഇതാ എന്റെ വക, ഇതാ ഒരു 10,000 പള്ളിയിലേക്ക് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരി, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ. അങ്ങനെ പറയലാ നല്ലത്. പേര് പറയുമ്പോ ഒരു സുഖം വരുന്നുണ്ടെങ്കിൽ അത് പറയാതെ കൊടുക്കലാ നല്ലത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആരും അറിയാതെ കൊടുത്തു, ആരും അറിയാതെ കൊടുത്തു. വിശുദ്ധ ഖുർആൻ, വിശുദ്ധ നബി തങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ ആളാരാണ്? ومن ذاكر الرب المهيمين خاليا ففاضت به عيناه خوف نكاليه. അള്ളാഹുവിനെ പേടിച്ച് ഒറ്റക്ക് കരഞ്ഞ ആള്. വാത് പറയുമ്പോൾ കരയാൻ വലിയ പണിയൊന്നുമില്ല, മൈക്കില് കരയലല്ല വിഷയം, ഒറ്റക്കിരിക്കുമ്പോൾ നമ്മൾ കരയുന്നുണ്ടോ? ഒരു സഭയിലിരിക്കുമ്പോ ഒരു സ്വലാത്തിന്റെ മജ്‌ലിസിനിടെ പൊട്ടിക്കരയാ, ഇതിന് വലിയ പണിയൊന്നുമില്ല, അതൊക്കെ ഇബ്ലീസ് കൊണ്ടുവരും. പക്ഷേ നിങ്ങളും അള്ളാഹുവും മാത്രം അറിയുന്ന ഒരു സ്ഥലത്തിരിക്കുമ്പോ നിങ്ങൾക്ക് ഈ കരച്ചിൽ വരുന്നുണ്ടോ? അതാണ് വിഷയം. അങ്ങനെ ഒറ്റക്ക് കരയാൻ പറ്റുന്നുണ്ടോ? കൂട്ടത്ത് കരയാൻ ഇഷ്ടം പോലെ അഭിനേതാക്കളുള്ള കാലമാണ്, അതല്ല വിഷയം. ومن ذاكر الرب المهيمين خاليا ففاضت به عيناه خوف نكاليه. അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിച്ച് ഒറ്റക്കിരിക്കുമ്പോൾ കരയുന്നവർക്ക് നാളെ അർശിന്റെ തണലുണ്ട്. ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് കൊടുത്തവർക്ക് അർശിന്റെ തണലുണ്ട്. വ്യഭിചാരത്തിലേക്ക് ഒരു അവസരം രഹസ്യമായി കിട്ടിയപ്പോ ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നുവെന്ന് പറഞ്ഞ് ആ ഏറ്റവും മ്ലേച്ഛമായ തിന്മയ്ക്ക് പോകാതെ മാറി നിന്ന ഏതൊരു മുസ്ലിമിനും മുസ്ലിമത്തിനും നാളെ അർശിന്റെ തണലുണ്ട്. ഇതൊക്കെ രഹസ്യമായ ഇബാദത്തുകളാണ്, അല്ലേ? രഹസ്യമാണ്, ആരും അറിയാത്തത്. അർശിന്റെ തണലാ കൊടുക്കുന്നത് അല്ലാഹു തആല. അല്ലാഹു നമുക്കൊക്കെ ഇഖ്ലാസ് നൽകട്ടെ. നമ്മുടെ അമലുകളിൽ നമ്മൾ നടന്നു വരുന്നതും നമ്മൾ പഠിക്കുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും എല്ലാം അല്ലാഹുവിന് വേണ്ടി ചെയ്യുക. അപ്പൊ ടെൻഷൻ ഉണ്ടാവില്ല. മറ്റേത് എന്താണെന്നറിയോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഒരു തക്ബീർ അല്ലല്ലോ, മൂല്യർക്ക് സമാധാനക്കുറവ്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്റെ പേരോടെ വിളിച്ചു പറഞ്ഞില്ലല്ലോ, ഞാൻ എന്റെ കുടുംബത്തിന് ഇങ്ങനെയൊക്കെ ഉപകാരം ചെയ്തിട്ട് എന്റെ കുടുംബക്കാരനെ തള്ളിപ്പറഞ്ഞല്ലോ. നീ ചെയ്ത ഉപകാരം അല്ലാഹുവിന് വേണ്ടിയല്ലേ? അവര് താങ്ക് യു പറയാനാണോ? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്,
ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നിങ്ങൾക്ക് നാം ദാനം തരുന്നത്, ഭക്ഷണം തരുന്നത്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്. മുഅ്മിനീങ്ങളുടെ പ്രത്യേകത അതാണ്. അവർ അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്നു. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഒരു ഉപകാരം ചെയ്തു കൊടുക്കുമ്പോ ഉപകാരം കിട്ടിയ ആള് നന്ദി എന്ന് പോലും പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. വരുമ്പോ എഴുന്നേറ്റിക്ക, ഒരു ആദരവ്, എന്തേ നമുക്കൊരു ഉപകാരം ചെയ്ത്, അതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത് കൂലി കിട്ടാൻ ചെയ്തവരാണ്. ഇത് പറയുന്ന മുഅ്മിനീങ്ങൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർമ്മങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചെയ്യാൻ പറയുന്നത്. അല്ലാഹുവിന് വേണ്ടിയാവട്ടെ, ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന്, താളം തെറ്റി ജീവിച്ചതിൽ നിന്ന് അല്ലാഹുവിലേക്കുള്ള ഒരു മാറ്റമാവട്ടെ. നമ്മുടെ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുവാനും തിന്മയിൽ നിന്ന് നന്മയിലേക്ക് മാറാനും ഒരു ഉപകാരമാവട്ടെ. അല്ലാഹു നമുക്ക് അങ്ങനെ അവനിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. എത്രയോ ആളുകൾ അല്ലാഹുവിനെ പറ്റി ഓർമ്മയില്ലാതെ നടത്തത്തിലാണ്. ഓർമ്മ ഉള്ളവരെ ഇഖ്ലാസില്ലാതെ നടക്കുക, ഓർമ്മയില്ലാത്തവര് ഹായിമീൻ ضالين മുദല്ലീൻ. അങ്ങനെ ഒരു ഭാഗത്ത്. ഇതിനിടയിലാണ് നമ്മൾ. ഇസ്ലാമിലേക്ക് ആവശ്യം ആളെ കൂട്ടലല്ല, ഇസ്ലാമിന്റെ ആവശ്യം മുസ്ലിമീങ്ങൾ നല്ലവരായി ജീവിക്കലാണ്. നമ്മൾ അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കലാണ് ആവശ്യം. അതാണ് നമുക്ക് ആവശ്യമായത്. നമ്മൾ നമ്മുടെ കർമ്മങ്ങളിലുള്ള പാളിച്ചകൾ തിരുത്തിയിട്ട് അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ട് പശ്ചാത്തപിച്ചിട്ട് വരുന്നോ? ആണും പെണ്ണും അല്ലാഹുവിലേക്ക് മടങ്ങിയോ? വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശഭൂമികളിലുള്ള സർവ്വതിന്റെയും മിൽക്കിയത്ത്, ഉടമസ്ഥാവകാശം അല്ലാഹുവിനാണ്. ആധാരം പട്ടയൊക്കെ കയ്യിലുണ്ടെങ്കിലും സംഗതി ആരതാ? അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹുവിൻ്റെതാണ് ലാൻഡ്, അള്ളാഹിൻ്റെതാണ് പ്രോപ്പർട്ടി, അല്ലാഹുവിൻ്റെതാണ്. പക്ഷെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരു ലൈസൻസ് അല്ലാഹു തരികയാണ്. കുറച്ചു നേരം നമ്മളൊക്കെ മരിച്ചുപോയാൽ ഇതേപോലെ നമ്മുടെ കാലശേഷം ഒരു തലമുറയുടെ വാതിന് കേൾക്കാൻ വരും. അവിടെ ആരെങ്കിലുമൊക്കെ വാത് പറയും. അവര് മണ്ണിലേക്ക് പോയാൽ വേറൊരു കൂട്ടർ മേലെ ഒരു ഭൂമിന്റെ മീതെ ഇങ്ങനെ വന്നിങ്ങനെ അടിക്ക് പോവാനുള്ളവരാ. ഒരേ അടിയിലേക്ക് പോവാ. അതാണ് ഈ ലോകം. ഇത് അറിഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവത്തിൽ എത്ര മാറ്റം ഉണ്ടാവുമല്ലേ? ചിന്തിക്കണില്ലല്ലോ. എന്താ ഓരോ ഡയലോഗൊക്കെ ഓരോരുത്തർ ഇവിടുന്ന് ഡയലോഗ് കേട്ടാൽ പഠിത്തൊന്നും മരിക്കൂല എന്നല്ല തോന്നലാണ്. എന്തിനങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാം അല്ലാഹുവിന്റെ ലോകമാണിത്, അല്ലാഹുവിന്റേതാണ്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.